നമസ്കാരം, എൻ്റെ പേര് അഞ്ജലി. ഞാൻ നിങ്ങളുടെ ഹിന്ദി ടീച്ചറാണ്. അറിയാലോ, നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടായിരിക്കും ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇഷ്ടത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ വിഷയം പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ക്ലാസ്സുകൾ വളരെ കൃത്യമായി കേൾക്കുക, എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും മാർക്ക് നേടാൻ കഴിയുകയുള്ളൂ. അതിനു മുമ്പ് ഞാൻ നമ്മുടെ സിലബസ് നിങ്ങളുടെ മുൻപിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണം. പാഠ്യക്രമ കാ വർഗീകരണം നമ്മുടെ പാഠത്തെ രണ്ടായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. നമ്പർ ഫസ്റ്റ്, അനുശിക്ഷക് അങ്കിത് മൂല്യാങ്കൻ പത്ര പാഠ്യക്രമ കാ 40%. നമ്മുടെ എന്താണ് 40% വരുന്നത്, ഈ വലിയ വാക്കുകളൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, എന്താണ് അസൈൻമെൻറ്റും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുമാണ്. അതിൽ മൊത്തം 9 പാഠങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാഠങ്ങളിൽ മൊത്തം 25 പാഠങ്ങളാണ് നിങ്ങൾക്ക് മൊത്തത്തിലുള്ളത്. അതിൽ 9 പാഠം വരുന്നത് നിങ്ങളുടെ അസൈൻമെൻറ്റും മറ്റ് ആക്ടിവിറ്റീസുമായിട്ടാണ്. അപ്പം അസൈൻമെൻറ്റുകളൊക്കെ വളരെ നീറ്റായും കൃത്യമായും എഴുതി പരമാവധി മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ 9 പാഠങ്ങളാണ് അസൈൻമെൻറ്റും മറ്റ് ആക്ടിവിറ്റീസുമായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് പോർഷനിൽ വരുന്നത് സാർവജനിക് പരീക്ഷ, അതായത് നമ്മുടെ പബ്ലിക് എക്സാം. പാഠ്യക്രമ കാ 60%. നിങ്ങളുടെ പാഠത്തിൻ്റെ 60% വരുന്നത് പൊതുപരീക്ഷയ്ക്കാണ്. അതായത് മൊത്തം 16 പാഠങ്ങൾ. ആ 16 പാഠങ്ങളും വലിയ പാഠങ്ങളും ചെറിയ പാഠങ്ങളുമായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പാഠങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അങ്ങനെ അസൈൻമെൻറ്റിന് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ വേണ്ടത് 7 മാർക്കാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് വേണ്ടത് 26 മാർക്കാണ്. അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ മൊത്തം വേണ്ടത് 33 മാർക്കാണ്. പക്ഷേ നമുക്ക് ആ മാർക്ക് മതിയോ? ഇല്ല, നമ്മൾ എന്തായാലും പഠിക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം നല്ല രീതിയിൽ വിജയം നേടി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒന്ന് പാസ്സായിട്ട് പോവാം എന്ന് കരുതി നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. നമ്മളുടെ പരമാവധി അങ്ങോട്ട് കൊടുത്ത് പരമാവധി നേടാൻ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുക, അസൈൻമെൻ്റൊക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കി എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. പബ്ലിക് എക്സാമിന് വേണ്ട പാഠഭാഗങ്ങൾ പറഞ്ഞു, 16 പാഠങ്ങളുണ്ട്. എല്ലാം നന്നായി പഠിക്കുക. നിങ്ങൾക്ക് സ്ഥാപനത്തിൽ നിന്ന് ഒരു ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ മിക്ക ആൻസേഴ്സും കിടപ്പുണ്ട്. നിങ്ങൾ നന്നായിട്ടത് യൂസ് ചെയ്യുക. അതോടൊപ്പം ക്ലാസ്സുകൾ, ഇവിടുന്ന് തരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആകെ സ്കോർ 100 അതിൽ നമ്മുടെ ലക്ഷ്യം എത്രയാണ്? 100 തന്നെയാണ്. 33 എന്നുള്ളത് ജസ്റ്റ് പാസ്സാവാൻ വേണ്ടിയുള്ള മാർക്കാണ്. ആ മാർക്ക് നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മൾ 100ലേക്ക് കണ്ണുന്നിട്ട് മാത്രം പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക, അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നിങ്ങൾ അതെല്ലാം വളരെ കൃത്യമായി തന്നെ സമയാസമയങ്ങളിൽ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, നോട്ട്സുകൾ കുറിച്ചെടുക്കുക, പഠിക്കേണ്ട സമയത്ത് നന്നായി പഠിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് തന്നെ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും വിജയം നേടാൻ പറ്റൂ. ചെറിയ മാർക്കല്ല നമ്മുടെ ലക്ഷ്യം, വലിയ രീതിയിൽ ഉയർന്ന വിജയം തന്നെ നമുക്ക് നേടണം. ജസ്റ്റ് പാസ് എന്നുള്ളത് വിട്ടിട്ട് പൂർണ്ണമായും മാർക്ക് നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ എക്സാം എഴുതണം. നിങ്ങൾക്ക് ഹിന്ദി വളരെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഹിന്ദി എടുത്തത്. അപ്പം ആ വിഷയത്തോട് 100% ആത്മാർത്ഥത പുലർത്തി തന്നെ പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിജയം നേടാൻ പറ്റൂ. അതിനുവേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.